എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള ഒരു വ്യായാമമാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പേശികൾക്ക്, മുട്ടിൻ്റെ ആ ഒരു ഭാഗത്തും ഒക്കെ നല്ല ഗുണകരമായ ഒരു എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമമാണ് ചെയ്യുന്നത്. മുട്ടുവേദന ഇതിലൂടെ കുറയുന്നു, മുട്ടിന് ചുറ്റുമുള്ള പേശികൾക്ക് ബലം നൽകുന്നു, മുട്ടുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സന്ധി വേദനകളൊക്കെ വരാനുള്ള ചാൻസൊക്കെ ഈ ഒരു വ്യായാമത്തിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് ശരിക്കും നമ്മൾ അമർന്ന് താഴേക്ക് കമന്ന് കിടന്നിട്ട് നമ്മുടെ ആ ഒരു കാലിൻ്റെ വിരലുകൾ കൊണ്ടും നമ്മുടെ ശ്വാസം കൂടെ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ പൊങ്ങിയിട്ട് താഴേക്ക് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ല ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ, ആ ബ്രീത്തിന് പ്രശ്നമുള്ളവർക്കൊക്കെ ബ്രീത്തൊക്കെ നമ്മൾ നിവർന്ന് കിടക്കുകയാണ് ചെയ്യുന്നത്. നന്നായി നിവർന്ന് കിടന്നതിന് ശേഷം നമുക്ക് സാവധാനം ഒരു കാല് പൊക്കി, മറ്റേ കാലിങ്ങനെ മുട്ട് മടക്കി തന്നെ വയ്ക്കുക. എന്നിട്ട് റൈറ്റ് ആണെങ്കിൽ ലെഫ്റ്റ് കാല് ഇതേ രീതിയിൽ കൈ പിടിച്ചുകൊണ്ട് സാവധാനം പൊക്കുകയും താത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് ആ മുട്ടിനുള്ള വേദനയും നീർക്കെട്ടുമൊക്കെ മാറാനായിട്ട് സാധിക്കുന്ന ഒരു വ്യായാമമാണ്. ഇത് നിങ്ങൾക്ക് എത്ര പ്രാവശ്യമാണോ ചെയ്യാൻ സാധിക്കുന്നത് അത്രയും പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ റൈറ്റ് ഭാഗത്തെ കാല് ഞാൻ എടുത്തു, അതിനുശേഷം ലെഫ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മുട്ടുവേദനയുള്ളവർ വളരെ സാവധാനമാണ്. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ മുട്ടിനെ അമർത്തി പിടിച്ചുകൊണ്ട് വേണം പൊക്കാൻ, അല്ലെങ്കിൽ മുട്ടുവേദന കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കണ്ടോ, ഇങ്ങനെ നെക്കി അമർത്തി പിടിച്ചിട്ട് പൊക്കുകയും താത്തുകയും ചെയ്യുക. അപ്പോൾ അവിടുത്തെ പേശികളൊക്കെ ഒന്ന് ബലം വരികയും അതുപോലെ തന്നെ ആ ഒരു അടഞ്ഞിരിക്കുന്ന ഞരമ്പുകളൊക്കെ തുറക്കുകയും ചെയ്യുന്നതാണ്. അതിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ കാലിലെ നീരൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ ബട്ടർഫ്ലൈ രീതിയിൽ നമ്മളിങ്ങനെ കാല് വെച്ചിട്ട് കാല് രണ്ടും കൈ കൂപ്പുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ വെച്ചേക്കുന്നത്. എന്നിട്ട് രണ്ട് വശത്തേക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മുടെ തുടയ്ക്ക് ആ ഒരു തുടയുടെ മസിലൊക്കെ പോയി ലൂസാകുന്നതൊക്കെ തടഞ്ഞ് അവിടെ നല്ല ബലം കിട്ടുന്നതും പേശികൾക്ക് ബലം ഉണ്ടാകുന്നതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇടുപ്പ് ഭാഗത്തുള്ള വേദനകളും നീർക്കെട്ടുകളും ഒക്കെ തന്നെ കുറച്ച് ബോഡി വെയിറ്റൊക്കെ ഉള്ളവർക്കാണെങ്കിൽ, കാലുകൾക്ക് അധികം വണ്ണം ഇല്ലെങ്കിൽ ബോഡി താങ്ങാനൊക്കെ പ്രയാസമുള്ളവർക്ക് ഇതേ രീതിയിൽ വ്യായാമം ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അവരുടെ ആ ഒരു വേദനകളൊക്കെ മാറുന്നതാണ്. ഇത് എത്രയൊക്കെയാണെങ്കിലും സ്ത്രീകൾ ഈ ഒരു വ്യായാമം മസ്റ്റായിട്ട് ചെയ്യണം. ഇത് ഇരുന്നുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നേരം ഇരുന്നൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ സാവധാനം കിടന്നുകൊണ്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ശരിക്കും ശ്വാസം ഉള്ളിലേക്ക് വലിച്ചിട്ട് കണ്ടോ, ഇതുപോലെ കാല് പൊക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ വയറിന് നല്ലൊരു എക്സസൈസാണ്. വയറ് കുറയാനായിട്ട് ഏറ്റവും നല്ലൊരു എക്സസൈസാണ്. ആ കാല് ചെറുതായി പൊക്കുകയും തല നന്നായി പൊക്കി കൈ കൊണ്ടുവന്ന് താഴേക്ക് വയ്ക്കുകയും പിന്നീട് മുകളിലേക്ക് പൊക്കുകയും ചെയ്യുമ്പോൾ ഇത് നമുക്ക് ആ ഒരു വയറിലുള്ള കൊഴുപ്പുകളൊക്കെ മാറിയിട്ട് വയറിന് നല്ല സ്ട്രെങ്ത് ഉണ്ടാകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീകളെല്ലാവരും തന്നെ ഈ വീഡിയോ മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. പുരുഷന്മാർക്കും ഈ വീഡിയോ കാണിക്കുന്ന എക്സസൈസൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല. എല്ലാവർക്കും പേശികൾക്കൊക്കെ വേദനയും അതുപോലെ തന്നെ കാലുകൾക്ക് വേദന ഒരു പ്രായം കഴിയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അതെല്ലാം ഇതിലൂടെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വ്യായാമം എപ്പോഴും ശീലമാക്കണം. ഒരു 15 മിനിറ്റെങ്കിലും ഒരു ദിവസം നമ്മൾ രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു സമയം കണ്ടെത്തി ഈ വ്യായാമങ്ങളൊക്കെ ചെയ്യണം. ഇത് വളരെ നല്ലൊരു എക്സസൈസാണ്. നടുവിന് വേദന പ്രയാസങ്ങളൊക്കെ ഉള്ളവർക്കും, ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കും, അതുപോലെ തന്നെ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ രണ്ട് കൂട്ടർക്കും നല്ലൊരു വ്യായാമമാണ്. അതുപോലെ തന്നെ കാലിന് നല്ല ബലം കിട്ടുന്നതാണ് ഇതിലൂടെ. കാൽപാദങ്ങൾക്കും ഒക്കെ തന്നെ നല്ല ബലം കിട്ടുന്നതാണ്. ഇത് ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യുന്നുള്ളൂ. ഒരു 5-6 പ്രാവശ്യമൊക്കെ ഞാൻ ഈ കാണിക്കുന്നൊരു വ്യായാമം ചെയ്താൽ മതി. അപ്പോൾ ടോട്ടലി ഇതെല്ലാം കാണിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു 15 മിനിറ്റ് നമുക്ക് കിട്ടും. ആ ഒരു വ്യായാമം കൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസത്തേക്ക് ഉള്ള ശരീരത്തിലേക്കുള്ള ഊർജ്ജവും അതുപോലെ തന്നെ ദേഹത്തിൻ്റെ അസ്വസ്ഥതകളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മൾ ചരിഞ്ഞ് കിടന്നിട്ട് തല ഇതേ രീതിയിൽ കൈ പൊക്കി തലയെ താങ്ങി നിർത്തിക്കൊണ്ട് ഒരു കാലെടുക്കുക, ആ കൈയും അതോടൊപ്പം തന്നെ എടുക്കുക. അപ്പോൾ കൈക്കും നല്ല മസിൽ ബലമൊക്കെ ഉണ്ടാകുകയും കൈവേദനയും
കൈ പുറകോട്ടെടുക്കാൻ പറ്റാത്ത ആ ഒരു രീതിയൊക്കെ മാറിക്കിട്ടുന്നതാണ്. പിന്നീട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലുള്ള വ്യായാമമാണ്. ഇത് നമ്മൾ കാല് ഞാൻ മറുവശം കാണിച്ച പോലെ തന്നെ കാല് പൊക്കുന്ന അനുസരിച്ച് കൈയും അതേപോലെ പൊക്കി താത്തി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മുടെ ശരീരത്തെ മൊത്തം ബ്ലഡ് സർക്കുലേഷൻ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കൊഴുപ്പടിഞ്ഞിട്ടോ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടൊക്കെ അടഞ്ഞിരിക്കുന്ന എല്ലാ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്ന ഞരമ്പുകളും ഉണർന്ന് പ്രവർത്തിക്കുന്നത്. അതുപോലെ ശരീരത്തിലെ കൊഴുപ്പുകളൊക്കെ തന്നെ മാറുന്നതാണ്. അതുപോലെ ഇത് കണ്ടോ, ഇത് നമുക്ക് ഫുൾ ബോഡി എനർജി കിട്ടുന്നൊരു വ്യായാമമാണ്. താഴെ അമർന്ന് കിടന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ അധികം എനർജി നമുക്ക് നല്ല ഊർജ്ജത്തെ സമ്പാദിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ വളരെ ഇഷ്ടപ്പെടുന്ന വീഡിയോ കാണുന്നത്